ശബരിമല സ്വർണ്ണക്കവർച്ച രാജ്യാന്തര വിഗ്രഹക്കടത്തിന്റെ ഭാഗമെന്ന് സംശയം പ്രകടിപ്പിച്ച് ഹൈക്കോടതി. പോറ്റിയുടെ നീക്കങ്ങൾ രാജ്യാന്തര വിഗ്രഹക്കടത്തുകാരൻ സുഭാഷ് കപൂറിന്റെ ഓപ്പറേഷനുകൾക്ക് സമാനം. ശബരിമലയിലെ അമൂല്യ വസ്തുക്കളുടെ പകർപ്പ് ഉണ്ടാക്കി അന്താരാഷ്ട്ര മാർക്കറ്റിൽ എത്തിച്ചോ എന്നും സംശയമുണ്ട്. അയ്യപ്പന്റെ അമൂല്യ വസ്തുക്കൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിറ്റ് പണം തട്ടാൻ ശ്രമിച്ചതായി സംശയമുണ്ടെന്നും കോടതി. ഇതിൽ വിശദമായ അന്വേഷണം വേണം. അതേസമയം ശബരിമല ശ്രീകോവിലിന്റെ വാതിൽ 1998, 1999 കാലഘട്ടത്തിൽ 24 ക്യാരറ്റ് 2519 ഗ്രാം സ്വർണം ഉപയോഗിച്ച് പൊതിഞ്ഞിരുന്നുവെന്നും ഹൈക്കോടതി. വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചതിനു ശേഷം അഷ്ടാഭിഷേക കൗണ്ടറിന് സമീപം പഴയ വാതിൽ കണ്ടെത്തിയിരുന്നു. സ്വർണം പൊതിഞ്ഞ യഥാർത്ഥ വാതിലുകളാണോ അഷ്ടാഭിഷേക കൗണ്ടറിന് സമീപം കണ്ടെത്തിയത് എന്ന സംശയവും ഹൈക്കോടതി ഉന്നയിക്കുന്നുണ്ട്. വിവരങ്ങളുമായി രേഷ്മ, വി വിനീഷ്, ഐസൻ ജോസ് എന്നിവർ നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം രേഷ്മയിലേക്കാണ്. രേഷ്മ, വളരെ ഗുരുതരമായ ഒരു നിരീക്ഷണം, ഗുരുതര സ്വഭാവത്തിലുള്ള നിരീക്ഷണമാണ് ഹൈക്കോടതി ഇന്ന് ഈ വിഷയത്തിൽ നടത്തിയിരിക്കുന്നത്. നമ്മൾ പല രീതിയിൽ പലതരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തി പല ബ്രേക്കിംഗ്സും ജനം TV പുറത്തുവിട്ടിരുന്നു. എന്നാൽ ഇന്ന് ഹൈക്കോടതി തന്നെ ചോദിക്കുകയാണ്, വിഗ്രഹക്കടത്തിന്റെ ഭാഗമായിട്ടുള്ള നീക്കങ്ങൾ നടന്നോ? ശബരിമലയിൽ യഥാർത്ഥത്തിൽ നടന്നത് എന്താണ് എന്ന് കൃത്യമായ അന്വേഷണം വേണം. രാജ്യാന്തര വിഗ്രഹക്കടത്ത് നീക്കമാണോ നടന്നത് എന്ന് രേഷ്മ പറയൂ, ഇന്ന് ഹൈക്കോടതിയിൽ സംഭവിച്ചത്. രാഖി, വലിയ രീതിയിലുള്ള വിമർശനങ്ങളായിരുന്നു ഇന്ന് ഹൈക്കോടതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നേരെ ഉന്നയിച്ചത്. അതോടൊപ്പം തന്നെ വലിയ കണ്ടെത്തലുകളും നിരീക്ഷണങ്ങളും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. അതായത്, ഈ ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയിൽ ഒരു രാജ്യാന്തര വിഗ്രഹക്കടത്ത്, അതിന് സമാനമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. രാജ്യാന്തര വിഗ്രഹക്കടത്തിന്റെ ഭാഗമായിട്ടാണോ ഇത്തരത്തിലുള്ള സ്വർണം കവർന്നെടുത്തിട്ടുള്ളത് എന്നുള്ളൊരു സംശയം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. അതോടൊപ്പം തന്നെ ഇക്കാര്യത്തിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം ഈ ഒരു ദിശയിൽ കൂടി SIT സംഘം നടത്തണമെന്നാണ് ഹൈക്കോടതിയുടെ അഭിപ്രായം. അതുമാത്രമല്ല, ഈ രാജ്യാന്തര വിഗ്രഹക്കടത്തുകാരനായിട്ടുള്ള കുപ്രസിദ്ധ കുറ്റവാളി സുഭാഷ് കപൂറിന്റെ ഓപ്പറേഷനുകൾക്ക് സമാനമായിട്ടുള്ള നീക്കങ്ങളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം വിപുലപ്പെടുത്തണമെന്നുള്ള ഒരു നിലപാടും ഹൈക്കോടതി നടത്തുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ, അതായത് ഈ ക്ഷേത്ര നിർമ്മാണത്തിന്റെയും മറ്റൊക്കെ തന്നെ മറവിൽ ഈ ദ്വാരപാലക പാളികളുടെ അതോടൊപ്പം തന്നെ വാതിൽ പാളികളുടെ പകർപ്പ് സൃഷ്ടിക്കുക, അതിനുശേഷം അത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ അത് വലിയ വിലയ്ക്ക് തട്ടിപ്പിലൂടെ വിൽക്കുക, ആ ഒരു ശ്രമമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയെന്നുള്ളൊരു സംശയമാണ് ജസ്റ്റിസുമാരായ രാജ വിജയരാഘവൻ അതോടൊപ്പം തന്നെ KV ജയകുമാർ എന്നിവരടങ്ങിയ ദേവസ്വം ബെഞ്ചിന് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്നുള്ളതിൽ യാതൊരു മാറ്റവും അല്ലെങ്കിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഹൈക്കോടതിക്കില്ല. മറ്റൊന്ന്, 1998, 99 കാലഘട്ടത്തിലാണ് ഈ 24 ക്യാരറ്റ് 2519 ഗ്രാം സ്വർണം ഉപയോഗിച്ച് ശബരിമലയിലെ പ്രധാന ശ്രീകോവിലിന്റെ വാതിൽ അത് സ്വർണം പൊതിയുന്നത്. ആ പ്രധാന വാതില്, പഴയ വാതില് അഷ്ടാഭിഷേക കൗണ്ടറിന് മുന്നിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതായത്, ഈ വിജിലൻസിന്റെ അന്വേഷണം ഹൈക്കോടതി പ്രഖ്യാപിച്ചതിന് തൊട്ട് പിന്നാലെയാണ് ഈ പഴയ വാതിൽ അഷ്ടാഭിഷേക കൗണ്ടറിന് സമീപം കണ്ടെത്തിയത്. അത് പിന്നീട് സ്ട്രോങ് റൂമിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. യഥാർത്ഥ വാതിൽ തന്നെയാണോ ഈ അഷ്ടാഭിഷേക കൗണ്ടറിന് മുന്നിൽ നിന്ന് കണ്ടെത്തിയെന്നുള്ള ഒരു ചോദ്യമാണ്, സംശയം എന്നുള്ള രീതിയിൽ ഹൈക്കോടതി ഉന്നയിച്ചിട്ടുള്ളത്. അതുകൂടാതെ തന്നെ 2018-19 കാലഘട്ടത്തിൽ ഈ വാതിൽ പാളിയിലും മാറ്റങ്ങൾ വരുത്തി അത് പുനഃസ്ഥാപിച്ചിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖേന. അതുകൊണ്ട് തന്നെ അക്കാര്യം കൃത്യമായിട്ട് അന്വേഷിക്കണം. അതായത്, ഈ യഥാർത്ഥ വാതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും കൂട്ടാളികൾക്കും കൈമാറിയതിനു ശേഷം വെച്ചിട്ടുള്ളത് ഈ പകർപ്പ് മാത്രമാണോ, അതായത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ നിലവിൽ ഉള്ളതെന്നുള്ളൊരു സംശയമാണ് ഹൈക്കോടതിക്കുള്ളത്. അതുകൊണ്ട് തന്നെ നിലവിലെ പ്രധാന ശ്രീകോവിലിന്റെ വാതിലടക്കം സമഗ്രമായിട്ട് അന്വേഷണവും പരിശോധനയും വേണമെന്ന് കൂടി ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഹൈക്കോടതിയുടെ കണ്ടെത്തലുകളും നിരീക്ഷണങ്ങളും ഒക്കെ തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘം നൽകിയ ഇടക്കാല റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം തന്നെയാണ് ഈ പോറ്റിയെ കേന്ദ്രീകരിച്ച് മാത്രമല്ല, അതായത് ഈ പോറ്റിക്ക് എല്ലാ അനിയന്ത്രിതമായിട്ടുള്ള സ്വാതന്ത്ര്യവും ശബരിമലയിലെ സന്നിധാനത്ത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡ് ഭരണസമിതിയിലുള്ള അംഗങ്ങളും നൽകിയിരുന്നു എന്നുള്ളൊരു നിരീക്ഷണം കൂടി ഹൈക്കോടതി നടത്തിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഈ ദ്വാരപാലക പാളികൾ അതോടൊപ്പം തന്നെ വാതിൽ പാളികൾ ഇവയൊക്കെ തന്നെ ഈ കൊണ്ടുപോകാനായിട്ട്, അതിന്റെ പകർപ്പുകൾ എടുക്കാനായിട്ട് നിയമവിരുദ്ധമായിട്ടുള്ള അനുമതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകി എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. ആ അനുമതിയൊക്കെ തന്നെ ശബരിമല സ്പെഷ്യൽ കമ്മീഷണറോ ഹൈക്കോടതി ഒന്നും തന്നെ അറിയാതെയാണ് ബോധപൂർവം തന്നെ ഇതിന് ഈ അനുമതിയൊക്കെ തന്നെ നൽകാനായിട്ടുള്ള
ഒരു ശ്രമം, അതായത് ബോധപൂർവ്വം ഹൈക്കോടതിയുടെ ഉത്തരവുകൾ ലംഘിക്കുക, ദേവസ്വത്തിന്റെ മാനുവൽ ലംഘിക്കുക, ഇതടക്കമുള്ള ശ്രമങ്ങളും നടപടികളും പ്രവർത്തികളുമാണ് സംശയകരമായിട്ടുള്ള രീതിയിൽ ദേവസ്വം ഉദ്യോഗസ്ഥർ ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം ചേർന്ന് നടത്തി വന്നതെന്നാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. ഈ 2025 ഇപ്പോഴത്തെ PS പ്രശാന്ത് അടങ്ങിയിട്ടുള്ള ഭരണസമിതിക്കെതിരെയും അതിരൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ഹൈക്കോടതി വിമർശനങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതായത് ഈ പറയുന്ന 2025 സെപ്റ്റംബർ മാസത്തിൽ ഈ ദ്വാരപാലക പാളികൾ രാത്രിക്ക് രാത്രി ചെന്നൈയിലേക്ക് കടത്തിയിരുന്നു. അതിലും ബോധപൂർവമായിട്ട് ഒരു ഹൈക്കോടതിയുടെ ഉത്തരവ് ലംഘിച്ചു, ദേവസ്വം മാനുവൽ ലംഘിച്ചു. അതുകൂടാതെ തന്നെ ഈ പറയുന്ന ദ്വാരപാലക പാളികൾ കടത്തിയതിൽ വലിയ രീതിയിലുള്ള ഒരു ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും തീർച്ചയായും നമുക്ക് ബിനീഷിലേക്ക് കൂടി പോകാം. ബിനീഷ്, ഈ പോറ്റിയുടെ നീക്കങ്ങൾ രാജ്യാന്തര വിഗ്രഹ കടത്തുകാരൻ സുഭാഷ് കപൂറിന്റെ പേര് കോട്ട് ചെയ്തുകൊണ്ടാണ് ഇന്ന് കോടതി നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. അതായത് ഇയാളുടെ ഓപ്പറേഷനുകൾക്ക് സമാനമാണ്. ഇയാളുടെ ഒരു രീതി എന്ന് പറയുന്നത് ആദ്യം അവിടെ എത്തുന്നു, ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിക്കുന്നു, അവിടെ എത്തി അമൂല്യ വസ്തുക്കൾ കൈക്കലാക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ടവരുമായി ബന്ധം സ്ഥാപിക്കുന്നു, അവരുടെ ഒത്താശയോടുകൂടി അവിടെ നിന്ന് ഏത് അമൂല്യ വസ്തുവിനെയാണോ ലക്ഷ്യം വെച്ചിരിക്കുന്നത് അതിൻ്റെ പകർപ്പുണ്ടാക്കാനായി കൊണ്ടുപോകുന്നു. പിന്നീട് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി ആളില്ലാത്ത തക്കം നോക്കി ആ ഒറിജിനൽ എന്താണോ, ഒറിജിനൽ വിഗ്രഹമാണെങ്കിൽ വിഗ്രഹം മാറ്റി അവിടെ ഡ്യൂപ്ലിക്കേറ്റ് സ്ഥാപിക്കുന്നു. ഇതാണ് അയാളുടെ ഒരു രീതി എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ പോറ്റിയുടെ പല നീക്കങ്ങളും കോടതി തന്നെ പറയുകയാണ് ഈ സുഭാഷ് കപൂർ എന്ന കുപ്രസിദ്ധനായ വിഗ്രഹ കടത്തുകാരന് സമാനമെന്ന് കോടതി തന്നെ നിരീക്ഷിക്കുമ്പോൾ എന്തായാലും പോറ്റിയുടെ പിന്നിലുള്ള വലിയ മീനുകളിലേക്ക് അന്വേഷണം നീളുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. വിനീഷ, എങ്ങനെ നമുക്കിതിനെ ബന്ധപ്പെടുത്താം? തീർച്ചയായിട്ടും കോടതിയുടെ ഈ ഒരു നിരീക്ഷണം നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് അതീവ ഗൗരവകരമായി തന്നെയാണ്. കാരണം കോടതിക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ സംഘത്തിന്റെ തെളിവുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കോടതി ഇത്തരം നിരീക്ഷണങ്ങൾ നടത്തുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. രാജ്യാന്തര വിഗ്രഹ കടത്ത് സംഘവുമായി ബന്ധമുണ്ടോ എന്ന സംശയം കോടതി ഉന്നയിക്കുമ്പോൾ ഈ കേസിന്റെ ആഴം അത് വലിയ ഭയാനകരമായ സാഹചര്യത്തിലാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം സാധാരണ ഒരു സ്വർണ്ണക്കൊള്ളയല്ല അവിടെ നടന്നിരിക്കുന്നത്. സ്വർണം അയ്യപ്പന്റെ തിരുനടയിലെ കട്ടിളപ്പാളിയും ഒപ്പം തന്നെ ദ്വാരപാലക പാളികളൊക്കെ കടത്തിയതിന് പിന്നിൽ വലിയ രീതിയിലുള്ള ഒരു അന്താരാഷ്ട്ര അല്ലെങ്കിൽ വിഗ്രഹ മോഷ്ട സംഘത്തിന്റെ ഒരു ശ്രമം ഇതിൽ ഉണ്ടായിട്ടുണ്ട് എന്ന സംബന്ധിച്ചുള്ള വിലയിരുത്തൽ തന്നെയാണ് നടത്തേണ്ടിയിരിക്കുന്നത്. 2018 മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ കട്ടിളപ്പാളിയും ഒപ്പം തന്നെ ദ്വാരപാലക വിഗ്രഹത്തിന്റെ താഴെയുള്ള പാളികളും കടത്താനുള്ള ശ്രമം നടന്നു. അതിന്റെ അണിയറ നീക്കങ്ങൾ നടന്നു എന്ന് സംബന്ധിച്ചാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് യാതൊരുവിധ നിബന്ധനകളും പ്രത്യേകിച്ച് ദേവസ്വം ബോർഡിൻ്റെ എല്ലാ മാനുവലുകളും പ്രത്യേകിച്ച് മാനദണ്ഡങ്ങളെല്ലാം തന്നെ തെറ്റിച്ചുകൊണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിലെ ദ്വാരപാലക പാളിയും ഒപ്പം തന്നെ പാളിയിലെ കട്ടളപ്പടിയിൽ സ്വർണം പൂശിയ കട്ടളപ്പടി ഉൾപ്പെടെയുള്ളവ കൊണ്ടുപോകാനുള്ള പാളികൾ കൊണ്ടുപോകാനുള്ള അനുമതി നൽകിയത്. പ്രധാനമായും ദേവസ്വം ബോർഡിന്റെ നിയമപ്രകാരം ഒരു കാരണവശാലും ദേവസ്വം ബോർഡിന്റെ തിരുവാഭരണ കമ്മീഷണർ ഇല്ലാത്ത ഒരു തരത്തിലും ഇത്തരത്തിലുള്ള സ്വർണ്ണാഭരണങ്ങൾ ദേവസ്വത്തിന്റെ സ്വർണ്ണാഭരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഭഗവാൻ മൈനർ ആയിരിക്കുമ്പോൾ അതിൻ്റെ കാത്തിപ്പ് അല്ലെങ്കിൽ അത് സൂക്ഷിക്കുന്ന വ്യക്തിയാണ് ദേവസ്വം ബോർഡിൻ്റെ തിരുവാഭരണ കമ്മീഷണർ. ആ തിരുവാഭരണ കമ്മീഷണർ ഒപ്പം പോകാതെ ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയതിൽ വലിയ രീതിയിലുള്ള തട്ടിപ്പുണ്ട്, ദുരൂഹതയുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ കോടതി നിരീക്ഷണം വന്നിരിക്കുന്നത് അന്താരാഷ്ട്ര സ്വർണ്ണ വിഗ്രഹ ലോബികൾക്ക് ഇതിന് പിന്നിൽ ബന്ധമുണ്ടോ എന്ന തരത്തിലുള്ള ഒരു സംശയം കോടതി മുന്നോട്ട് വയ്ക്കുമ്പോൾ ഈ കേസ് അതീവ ഗൗരവകരമായി തന്നെ മുന്നോട്ട് പോകുന്നു. ഒപ്പം തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി സഹായമായി സർക്കാർ തലത്തിലും അന്ന് ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥ തലത്തിലും ഉണ്ടായ സഹായികൾ ആരൊക്കെ എന്ന ഒരു ഗൂഢാലോചനയുടെ അന്വേഷണവും ഈ കേസിന് അനിവാര്യമാണ്. നേരത്തെ തന്നെ ഹിന്ദു ഐക്യവേദി അടക്കമുള്ള സംഘടനകൾ ആവശ്യപ്പെടുന്നത് ഇത്തരത്തിലാണ്. ഈ കേസിൽ CBIയുടെ അന്വേഷണമാണ് വേണ്ടത്. എന്നാൽ മാത്രമേ ഇതിൻ്റെ കൃത്യമായ അന്വേഷണവും ഇതിൻ്റെ ഗൂഢാലോചനയും കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ എന്ന് ഹിന്ദു ഐക്യവേദിയും BJPയും അടക്കമുള്ള രാഷ്ട്രീയ സംഘടനകൾ പല ഘട്ടങ്ങളിലും ഉന്നയിച്ച ആവശ്യമാണ്. പക്ഷേ അത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് സംസ്ഥാന സർക്കാർ ഇതുവരെയും കടന്നിട്ടില്ല. അതേസമയം തന്നെ കോടതിയുടെ നിരീക്ഷണത്തിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോഴത്തെ പ്രത്യേക അന്വേഷണ സംഘം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് കൂടുതൽ തെളിവുകൾ പുറത്തേക്ക് വരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ തന്നെയാണ് ഇത്തരം തെളിവുകളും കോടതിയുടെ ഇത്തരം നിരീക്ഷണങ്ങളിലേക്കും എത്തുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല.
എന്തായിരുന്നാലും അന്താരാഷ്ട്ര വിഗ്രഹ ലോബികളുടെ ഇടപെടൽ ഈ വിഷയത്തിലുണ്ടോ എന്ന് സംബന്ധിച്ചുള്ള കൂടുതൽ അന്വേഷണം നടത്തണമെങ്കിൽ ഒരുപക്ഷെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് സാധിക്കുകയില്ല. അതിൽ CBI തന്നെ വേണ്ടിവരും. കാരണം രാജ്യാന്തര തലത്തിലുള്ള ഒരു അന്വേഷണം വേണമെങ്കിൽ CBIയുടെ ഇടപെടൽ അനിവാര്യമാണ്. ഇനിയുള്ള ഘട്ടത്തിലേക്ക് ഏറ്റവും പ്രധാനമായി ഈ കേസിന്റെ ഗൂഢാലോചന സംബന്ധിച്ചുള്ള അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ പ്രധാനമായും ഉയർന്നു വരുന്ന വിഷയം ഇതുതന്നെയാണ്. പ്രത്യേകിച്ച് CBI അന്വേഷണം എന്ന ആവശ്യമായിരിക്കും ഹൈന്ദവ സംഘടനകൾ വീണ്ടും ഉന്നയിക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ BJPയും അത്തരം ആവശ്യം തന്നെ ഉന്നയിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ ഗൂഢാലോചനയുടെ പങ്ക് അല്ലെങ്കിൽ ഗൂഢാലോചന നടത്തിയവർ ആരൊക്കെ എന്ന് സംബന്ധിച്ചുള്ള ചില സൂചനകൾ ഇപ്പോഴത്തെ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കോടതിയുടെ ഒരു നിരീക്ഷണവും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായിരുന്നാലും വരും ദിവസങ്ങളിലുള്ള അന്വേഷണം ഏറ്റവും നിർണായകമാകും എന്ന കാര്യത്തിലും സംശയമില്ല. എന്തായാലും നമുക്ക് ഈ രാജ്യാന്തര വിഗ്രഹ കടത്തുകാരൻ സുഭാഷ് കപൂർ അയാൾ ആരാണ് എന്ന് ഐസൻ പറയൂ. രാഖി, ഈ സുഭാഷ് കപൂർ എന്ന് പറയുന്ന വ്യക്തി പ്രധാനമായും ഈ ഇത്തരത്തിലുള്ള പുരാതന വിഗ്രഹങ്ങളെല്ലാം തന്നെ മോഷ്ടിച്ച് വലിയ ഒരു മോഷണ ശൃംഖലയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. ദൃശ്യങ്ങളിൽ കാണുന്ന അയാളുടെ ചിത്രമാണ്. ഇയാൾ ഇപ്പോൾ ഉള്ളത് തമിഴ്നാട് പോലീസിൻ്റെ കസ്റ്റഡിയിലും അതുപോലെ ജയിലിലുമാണ്. 2012 മുതൽ ഇവിടെ ജയിലിൽ കഴിയുകയാണ്. ഇയാളെ 2011 ഇയാളെ പിടികൂടാനുള്ള നീക്കം നടത്തുകയും ഇയാളെ നാട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്തത്, ഭാരതത്തിലേക്ക് കൊണ്ടുവരികയും കസ്റ്റഡിയിൽ സൂക്ഷിക്കുകയും ചെയ്തത്. ഈ അടുത്ത ദിവസം നമുക്ക് ലഭ്യമായ ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് വരദരാജ പെരുമാൾ ക്ഷേത്രത്തിലെ പല തരത്തിലുള്ള വിഗ്രഹങ്ങൾ, പഞ്ചലോക വിഗ്രഹങ്ങൾ ഉൾപ്പെടെ ഇയാൾ മോഷ്ടിക്കുകയായിരുന്നു. ഈ മോഷ്ടിച്ചതിന് ശേഷമാണ് ഇയാൾ ഇത് കടത്തിയത് അന്താരാഷ്ട്ര തലത്തിലുള്ള ഇത്തരത്തിലുള്ള ചില മ്യൂസിയങ്ങളിലേക്കും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഗാലറികളിലും വഴി ഇത് വിറ്റഴിക്കാനുള്ളൊരു നീക്കമാണ് ഇയാൾ നടത്തിക്കൊണ്ടിരുന്നത്. ഇതാണ് ഇയാളുടെ രീതി. ഈ മോഷ്ടിക്കപ്പെടുന്ന ഇത്തരത്തിലുള്ള വിഗ്രഹങ്ങൾ, പലതരത്തിൽ കൈവശപ്പെടുത്തുന്ന വിഗ്രഹങ്ങൾ പല രീതിയിൽ അന്താരാഷ്ട്ര വാണിജ്യ കേന്ദ്രങ്ങളിലും മാർക്കറ്റുകളിലും എല്ലാം തന്നെ കൊണ്ട് വിൽക്കുന്നൊരു രീതിയാണ് ഇയാളുടേതുള്ളത്. ഇയാൾ ഇതിനെ കണ്ടെത്തിയ രീതിയാണ് ഇപ്പോൾ ഹൈക്കോടതി പരാമർശിച്ചിരിക്കുന്നത്. ഈ വിഗ്രഹങ്ങൾ എടുക്കുന്നതിന് വേണ്ടി ക്ഷേത്രങ്ങളിലെ പൂജാരിമാരെയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ജീവനക്കാരെയും സ്വാധീനിച്ച് ആ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൻ്റെ ഒരു രൂപരേഖ തയ്യാറാക്കി അതിന് സമാനമായ ഒരു രൂപം മറ്റേതെങ്കിലും മോൾഡുകളിൽ അല്ലെങ്കിൽ വേറേതെങ്കിലും പണിശാലകളിൽ നിർമ്മിച്ച് ആ വിഗ്രഹം കൊണ്ടുവരികയും ഒറിജിനൽ വിഗ്രഹം മോഷ്ടിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. സ്വാഭാവികമായും ആ ഒറിജിനൽ വിഗ്രഹം മോഷ്ടിക്കുന്ന സമയത്ത് പുതിയ ഡ്യൂപ്ലിക്കേറ്റായി നിർമ്മിച്ച വിഗ്രഹം അവിടെ വയ്ക്കുകയും ചെയ്യും. അതിനുശേഷം സ്വാഭാവികമായും ഒരു സംഭവം നടക്കാത്ത രീതിയിൽ ഇരുട്ടിൻ്റെ മറവിൽ ഇക്കാര്യങ്ങളെല്ലാം ചെയ്ത് പിറ്റേ ദിവസം പൂജ ആരംഭിക്കുന്ന വേളയിൽ ഇത്തരത്തിൽ പുതിയ വിഗ്രഹം അവിടെ ഉണ്ടാവുകയും ചെയ്യും. ആർക്കും ഒരു സംശയമില്ലാത്ത രീതിയിൽ അതങ്ങനെ പുരോഗമിക്കുകയും ചെയ്യും. അതേസമയം ഒറിജിനൽ വിഗ്രഹങ്ങൾ പലയിടങ്ങളിലുമായി കറങ്ങിത്തിരിഞ്ഞ് അത് അന്താരാഷ്ട്ര സംവിധാനങ്ങളുടെ അല്ലെങ്കിൽ അന്താരാഷ്ട്ര നിരീക്ഷണ സംവിധാനങ്ങളുടെ കൈവശം എത്തുമ്പോഴായിരിക്കും ഇക്കാര്യം സംബന്ധിച്ച വിശദാംശങ്ങൾ തിരിച്ചറിയുകയും അത് ഭാരതം അറിയുകയും ചെയ്യുക അല്ലെങ്കിൽ നാടറിയുകയും ചെയ്യുക. അത്തരത്തിലൊരു നീക്കമാണ് ഇയാൾ നടത്തിക്കൊണ്ടിരുന്നത്. സമാന രീതിയിലുള്ളൊരു നീക്കമാണ്, അതായത് വ്യാജ പാളികൾ നിർമ്മിക്കുക, അത്തരത്തിലുള്ള സ്വർണ്ണം മോഷ്ടിച്ചെടുത്ത് മറ്റ് രൂപങ്ങൾ ഉണ്ടാക്കുക, അത്തരത്തിലുള്ള നീക്കമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അന്ന് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട 2011-ലും 2012-ലൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഈ കേസ് ഓർമ്മിച്ചെടുത്ത് സുപ്രീം കോടതി ഇക്കാര്യം പരാമർശിക്കുകയും ചെയ്തത്. മറ്റ് പലതരത്തിലും ഇയാൾ മോഷണം നടത്തുന്നുണ്ട്, മോഷ്ടാക്കളെ ഉപയോഗിച്ച് മോഷ്ടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പഴയ ക്ഷേത്രങ്ങളിൽ നിയന്ത്രണങ്ങളില്ലാതെ പ്രവർത്തിക്കുന്ന ക്ഷേത്രങ്ങളല്ല അല്ലെങ്കിൽ കൃത്യമായ അടച്ചുറപ്പില്ലാതെ കിടക്കുന്ന അവഗണിക്കപ്പെടുന്ന ക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം തന്നെ വിഗ്രഹം മോഷ്ടിക്കുന്ന ഒരു രീതി ഇയാൾക്കുണ്ട്. എങ്കിലും സമാനമായ ഒരു രീതി ഈ ശബരിമലയിലും പിന്തുടർന്നു അല്ലെങ്കിൽ ആ ഒരു രീതി ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് ഹൈക്കോടതി പങ്കുവയ്ക്കുന്നത്. അക്കാര്യത്തിലെല്ലാം തന്നെ കൃത്യമായ ഒരു അന്വേഷണം വേണം. വിശദമായ അന്വേഷണത്തിനാണ് ഹൈക്കോടതി ഉത്തരവിടുന്നത്. ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ഉദ്യോഗസ്ഥരും ചേർന്ന് ഭക്തരെ വഞ്ചിച്ചു, ക്ഷേത്ര സ്വത്തുക്കളുടെ പവിത്രതയ്ക്ക് ഭംഗം വരുത്തിയെന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് രേഷ്മ, വി വിനീഷ, ഐസൻ ജോസ് എന്നിവരാണ്.